ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് കൂട്ടാം. അപ്പോൾ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്നും പിന്നെ എന്താ പറയുക ഇങ്ങനൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ എന്താ പറയുക ഇത് കണ്ടൻറ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തം അറിയാമല്ലോ, ഓരോരുത്തർ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഓരോരുത്തർ ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു കണ്ടൻറ്റുമായിട്ടും ഇങ്ങനൊരു ടോപ്പിക്കായിട്ടും ഞാൻ വരുന്നത് ഞാൻ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ സിറ്റുവേഷൻ എന്നെ കൊണ്ടെത്തിച്ചു. അപ്പോൾ നോർമലി ഡിവോഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ടോ ഇങ്ങനൊരു ഇതായിട്ടോ ഞാൻ പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. കാരണം ഞാൻ വഞ്ചിക്കപ്പെട്ടതുകൊണ്ട് ഇനിയൊരു പെണ്ണിന് അങ്ങനൊരു ഇത് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. നോർമലി ഞങ്ങൾ രണ്ടുപേരും എന്താ പറയുക മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ്ഡ് എന്ന് പറഞ്ഞിട്ടേ ഞാൻ പറയുള്ളായിരുന്നു. അതിന് കൂടുതൽ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ എന്താ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നത് കേട്ടോ. റീൽസിലൊക്കെ കാണുന്ന പോലെ ആണ് ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെണ്ണ് ചതിക്കും, പെണ്ണ് ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആണ് ചതിക്കും, രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണെങ്കിൽ ദൈവം ചതിക്കും എന്ന് പറയുന്ന പോലെ ഒക്കെ റീലിലും കാണാനും കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേങ്കിൽ അനുഭവത്തിൽ വരുമ്പോൾ എന്താ പറയുക അനുഭവിക്കുമ്പോൾ മാത്രമേ ആ ഒരു ഫീലിംഗ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പരമാവധി ഞാൻ പറഞ്ഞു, ഒരു 30 മിനിറ്റോളം ഉള്ള വീഡിയോ ആയിരുന്നു അത്. അതിൽ പരമാവധി ഞാൻ എന്താ പറയുക കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കെന്തോ എൻ്റെ മനസ്സിനുള്ളിലുള്ള വലിയൊരു ഭാരം, വലിയൊരു കല്ലെടുത്ത് ഞാൻ ഇറക്കി വെച്ച പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താ പറയുക നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരോടും എല്ലാം പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എല്ലാം പറഞ്ഞിട്ടും ഇല്ല അതിൽ സത്യം പറഞ്ഞാൽ. കാരണം കൂടുതൽ പേഴ്സണലി നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പരമാവധി ചുരുക്കിയാണ് എല്ലാം പറഞ്ഞത്. കാരണം ഈ 2 വർഷത്തെ കാര്യം എന്ന് പറയുമ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് ഊഹിക്കാമല്ലോ. അപ്പം അതിൽ പരമാവധി ഞാൻ ചുരുക്കിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ വലിയൊരു ഭാരം എൻ്റെ നെഞ്ചത്ത് നിറക്കിയ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനിതൊരു കണ്ടൻറ്റായിട്ട് മാത്രമാണ് കണക്കൂട്ടുന്നത്. നമ്മൾ അനുഭവിച്ചു, എന്താ പറയുക നമ്മൾ അത് ഫേസ് ചെയ്തു. അപ്പോൾ ഫേസ് ചെയ്ത സ്ഥിതിക്ക് എന്താ പറയുക നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുമ്പോൾ എന്താ പറയുക ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ കരഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇപ്പം എനിക്കിപ്പോൾ ഈ ഒരു ചാനൽ ഉള്ളതുകൊണ്ട് ഞാൻ വെറും ആ ഒരു എൻ്റെ അനുഭവത്തിന് ഞാൻ വെറും കണ്ടൻറ്റായിട്ട് മാത്രമാണ് കാണുന്നത്. മ്യൂച്വലി നമ്മൾ ഡിവോഴ്സ് ആവുകയാണ്, നമ്മൾ പിരിയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഉള്ളിൻ്റെ ഇതായിട്ട് തന്നെ ഉണ്ടാവും. എനിക്ക് ഒരു കുഴപ്പമില്ല. പുള്ളിക്കാരൻ നമ്മൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് വേറൊരു ആളുമായിട്ട് ഇതാക്കുകയാണ്, ലൈഫ് ഷെയർ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകും. പക്ഷേങ്കിൽ നിലവിൽ ഞാൻ ഭാര്യയായി ഇരിക്കുകയാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത്. അത് നിലവിൽ ഭാര്യയായി ഇരിക്കുകയാണെങ്കിൽ കൂടി അത് എന്താ പറയുക അത് ഡെലിവറി കഴിഞ്ഞ് കുട്ടീനെ ഒന്ന് കാണാനോ കുട്ടീനെ പരിചരിക്കാനോ വരാത്ത സ്ഥിതിക്ക് എന്താ പറയുക നമുക്ക് കിട്ടേണ്ട പ്രയോറിറ്റി വേറൊരാൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ വേറൊരാൾക്ക് അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളമേ നമ്മളുടെ ആ ഒരു സ്ഥാനം പുള്ളിക്കാരനുള്ളൂ എന്നാണ് എന്താ പറയുക അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആണല്ലോ. അപ്പം ഇത്രയും കാലം ഈ 2 വർഷത്തോളമാണെങ്കിലും ഭയങ്കര എന്താ പറയുക ഒരു നെഞ്ചിൽ ഇതായിരുന്നു. കാരണം അയ്യോ പുള്ളിക്കാരൻ വന്നില്ലല്ലോ, നമ്മൾ ഡിവോഴ്സ് ആവാം പിരിയാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ കൂടി അയ്യോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. കാരണം നമ്മുടെ മനസ്സിൽ അയ്യോ ഇനി കാണുമ്പോൾ എങ്ങനെയായിരിക്കും, നേരിട്ട് അഥവാ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ചിരിക്കുകയോ കരയോ അങ്ങനെയൊക്കെ ആ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് വെച്ചിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് യാതൊരു ദേഷ്യം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം വേറൊന്നും തോന്നിയിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും കാലം ഇങ്ങനൊരു കാര്യം അതായത് ജനുവരി 28-നാണല്ലോ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അതിന് മുന്നേ വരെ ആണെങ്കിൽ എൻ്റെ മനസ്സിലൊരു റിഗ്രറ്റ് ഉണ്ടാവുമായിരുന്നു ചെറിയ രീതിക്ക്. കാരണം അയ്യോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തോന്നൽ എനിക്ക് ഉണ്ടാവുമായിരുന്നിരിക്കണം. പക്ഷേങ്കിൽ ജനുവരി 28-ന് ശേഷം എനിക്ക് ആ ഒരു റിഗ്രറ്റേ തോന്നില്ല. കാരണം നമുക്ക് തരേണ്ട പ്രയോറിറ്റി വേറെ ഒരാൾക്ക് കൊടുത്ത് അങ്ങനെ പോകുന്നതുകൊണ്ട് ആ ഒരു ഇതെനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ നോർമലി ജനുവരി 28-ാം തീയതി വരെ നോർമൽ നമ്മളൊരു നല്ലൊരു ലൈഫ് തന്നെയായിരുന്നു. കാരണം നല്ല ലൈഫ് എന്നില്ല, എന്താ പറയുക എല്ലാം പൊരുത്തപ്പെട്ട് നമ്മൾ കുഴപ്പമില്ല, ഇനി 2 പേർക്കും വേണ്ട എന്നുണ്ടെങ്കിൽ 2 പേർക്കും വേണ്ട ആ ഒരു രീതിക്ക് തന്നെയായിരുന്നു നമ്മൾ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പുള്ളിക്കാരനെ വിളിച്ച് പറയാനോ ഒന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം 2 വർഷത്തോളം ഇങ്ങനെ ആയ സ്ഥിതിക്ക് എന്തായാലും നമ്മൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ നോർമലി ഞാൻ ഇങ്ങനെ എന്താ പറയുക ട്യൂഷൻ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അന്നൊരു ദിവസം രാത്രിയായിരുന്നു നമ്മൾ സ്റ്റേഷനിലോ അച്ഛനാരോ വിളിച്ച് പറഞ്ഞു ഇങ്ങനൊരു കേസ് ഉണ്ടായി. അപ്പോൾ
സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഒളിഞ്ഞ് കേൾക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും വലിയ കാര്യങ്ങളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് വിട്ടു. കാരണം നമ്മൾ ട്യൂഷൻ എടുക്കുകയായിരുന്നു. അപ്പോൾ പിള്ളേരുടെ മുന്നിലും അത് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതപ്പോൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിളിച്ചു. പിന്നെയും അച്ഛനിങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ ആരൊക്കെയോ വിളിച്ചു. അപ്പോൾ അങ്ങനെ കാര്യം കേട്ടു. ആ കാര്യം കേട്ടെന്ന് ആ ഒരു സമയത്ത്, കാരണം ട്യൂഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് ആ ഒരു ടൈമിൽ മാത്രമാണ് ഞാനൊന്ന് കരഞ്ഞു എന്ന് പറയാം. അത് പൊട്ടിക്കരയെ അങ്ങനെയൊന്നും ഞാൻ കരഞ്ഞില്ല. എൻ്റെ കണ്ണിൽ നിന്ന് അയ്യോ ആയല്ലോ എന്ന് ഓർത്തിട്ട് ഒരു കരച്ചിൽ. കാരണം ഇങ്ങനെ ഒരു മനുഷ്യനെയാണല്ലോ ഞാൻ അത്രത്തോളം സ്നേഹിച്ചത് എന്ന് ഓർത്തിട്ട് മാത്രം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. കരഞ്ഞു. അതോടെ തീർന്നു. പിന്നെ ഞാൻ അന്ന് തൊട്ട് ഇന്നേ വരെ അതോർത്തിട്ട് ഞാൻ കരഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ എനിക്കത് ഓർത്തിട്ട് കരയേണ്ടതായിട്ട് തോന്നിയിട്ടുമില്ല. കാരണം അത്രയും ദിവസമാണെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എനിക്ക് എന്താ പറയുക ഒരു മിസ്സിങ് ആയിട്ടോ കാരണം കാണണം എന്നൊരു തോന്നലൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഒരു ഭാര്യയാണല്ലോ, ആർക്കായാലും തോന്നുമല്ലോ. എത്ര വെറുത്താലും ഉള്ളിൽ ഉണ്ടായിരുന്നു. കാണണം, എന്താ പറയുക, പിരിയാണെങ്കിൽ ശരി, ഓക്കെ, വലിയ കുഴപ്പമില്ല, നമുക്ക് എന്താ ഒത്തുപോകാൻ പറ്റില്ല, എന്നാൽ പിരിയാന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിച്ചിട്ട് നോർമലി പിരിയാം എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് കാണണം, മിണ്ടണം, പറയണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ എങ്കിൽ കാരണം ദേഷ്യപ്പെട്ട് പിരിയണ്ട ആ ഒരു രീതിക്ക് പിന്നെയും കാണേണ്ടവരാണ് നമ്മൾ. ദൂരമുള്ളവരൊന്നുമല്ല, സെയിം സ്ഥലത്ത് തന്നെ ഉള്ളവരാണ്. ഇതുകൊണ്ട് ദേഷ്യ വൈരാഗ്യം വെച്ചിട്ടൊന്നും പിരിയണ്ട എന്നൊരു ഇത് എനിക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇതൊക്കെ കേട്ടേ പിന്നെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് രാത്രി ആ ഒരു ഇച്ചിരി നേരം ഞാൻ കരഞ്ഞതല്ലാതെ പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പോൾ അന്നാണെങ്കിൽ ഫുൾ എന്താ പറയുക ഭയങ്കര അച്ഛന് കോളായിരുന്നു. പിന്നെ ആ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ വന്ന് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ ഓൾറെഡി ഒരു വട്ടം വാൺ ചെയ്തതായിരുന്നു ഇവരെ രണ്ടുപേരും ഇല്ല. നമ്മളിതൊന്നും അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മളും അറിയുന്നില്ല, ഇനി അവൻ്റെ വീട്ടുകാർ അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൾറെഡി ഇവരെ ഈ പെണ്ണിനെയും ഇവനെയാണെങ്കിലും രണ്ടുപേരെയും കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കൗൺസിലിങ് ചെയ്തപ്പോൾ ഭാര്യയായിട്ട് കുട്ടിയായിട്ട് നിൽക്കുന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി പെണ്ണിൻ്റെ വീട്ടുകാർ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളൊന്ന് ഇൻഫോം ചെയ്യാമായിരുന്നു. പക്ഷേങ്കിൽ അവർ ചെയ്തില്ല. അത് അവരുടെ ഭാഗത്ത് പറ്റിയൊരു തെറ്റായിരുന്നു. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ അവിടെ നാട്ടിൽ പോയിട്ട് അവരുടെ മുന്നിലും ആരെയൊക്കെയോ വിളിച്ച് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും ഇത് നമ്മൾ അറിയുന്നില്ല കേട്ടോ. നമ്മളിത് സത്യം പറഞ്ഞാൽ ആ ജനുവരി 28 ആ ഒരു ദിവസം ആ ഒരു കോളിലാണ് നമ്മളെല്ലാം അറിയുന്നത്. പോയെന്ന് ഇവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നോർമലി നമ്മളിവിടെ നോർമൽ ഒരു കല്യാണമാണെന്നുണ്ടെങ്കിൽ മിസ്സിംഗ് കേസിൽ പരാതി കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് 18 വയസ്സായി കഴിഞ്ഞ് കുട്ടിക്ക് പിന്നെ സ്റ്റേഷനിൽ ഹാജരായി എന്താ പറയുക അവർക്ക് കൂടെ പോകാൻ ആരുടെ കൂടെയാണോ പോകാൻ താല്പര്യം അങ്ങനെ പോകുകയാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി വൈഫും കുട്ടിയും നിലനിൽക്കെ അങ്ങനെ പോകാൻ എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ജനുവരി 28 ഇവർ പോയി. 28 ഇവർ എവിടെയും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് 29 ഇനി അക്സെപ്റ്റ് ചെയ്തോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. ഇല്ലയെന്നാണ് നമ്മൾക്ക് കേട്ട അറിവ്. പിന്നെ അത് കഴിഞ്ഞ് 29 11 മണിക്ക് തന്നെ സ്റ്റേഷനിൽ വന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 മണി 12 മണി 1 മണി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആ പിറ്റേ ദിവസം അങ്ങനെ പോയി. അന്നും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. എവിടെ നിന്നോ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അന്ന് രാത്രി ഏതോ കാട്ടുന്നോ എങ്ങനെയൊക്കെയോ പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ പോയിട്ട് പിന്നെ സ്റ്റേഷനും പോലീസുകാരൊക്കെ പോയിട്ട് രണ്ടുപേരെയും ഏതോ കാട്ടുന്നേറ്റം പൊക്കി. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരെയും അന്ന് രാത്രി തന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അത് നമ്മൾ അറിയുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം സ്റ്റേഷനിൽ നമ്മൾ വിളിച്ചു. നമ്മൾ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ വരണം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നില്ല അവർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിക്കാരനെ കാണുമ്പോൾ കരയോ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ച എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കും. പക്ഷെ വെറുത്ത് കഴിഞ്ഞാൽ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യും. അപ്പോൾ സ്നേഹിക്കുമ്പോൾ ഞാൻ എന്താ പറയുക എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ ചാവുമെന്ന് അറിയില്ലേ, അങ്ങനെ വേണമെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ നിൽക്കും. അപ്പോൾ അങ്ങനെ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ ഈ ഒരു സ്ഥിതിയിൽ കാണുമ്പോൾ എനിക്കറിയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എല്ലാവരുടെ മുന്നിൽ എനിക്ക് എൻ്റെ ഉള്ളിലത്തെ ആ ഒരു വികാരം തോന്നുന്നു പുറത്തേക്ക് വന്ന് ഞാൻ എന്തൊക്കെയോ കുറേ എനിക്ക് ഷൗട്ട് ചെയ്തു. ആരും ഒന്നും തിരിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. പോലീസുകാരെല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിന്നു. കാരണം കാണിച്ചത് ഒരു അത്രയ്ക്ക് വൃത്തിയായിട്ട് ഞാൻ പറയുന്നില്ല, ഞാൻ വായിൽ വരുന്നുണ്ട് ആ വേർഡൊക്കെ എന്താണ്. പക്ഷേങ്കിൽ വീഡിയോൻ്റെ മുന്നിൽ കുഞ്ഞു കുട്ടികളൊക്കെ അഥവാ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് അവരാരും എന്നോട് ഒന്നും പറയാതിരുന്നില്ല. കാരണം ആ കുട്ടിയും എൻ്റെ തോളിൽ ചിക്കുണ്ട്. ചിക്കുവിനെയും എന്നെയും കാണുമ്പോൾ
ആരാണെങ്കിലും പറയുമല്ലോ. കാരണം എനിക്ക് അതിന് മാത്രം വയസ്സോ ഇതൊന്നും ഇല്ലല്ലോ. എന്ത് കാരണം കൊണ്ട് എന്നെ വിട്ടിട്ട് ഒരു കുഞ്ഞു കുട്ടി, ഒരു 18 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ ഇപ്പോൾ ഒരു 33 വയസ്സുള്ള ആൾ പോകുക എന്ന് പറയുമ്പോൾ അവർക്കൊന്നും പറയാനില്ലല്ലോ. അവരെയും രണ്ടുപേരെയും ചീത്തയും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ ഇവിടുന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ പോയതാണ്. പക്ഷേ നമ്മൾ 5 മണി 6 മണി ആയിട്ടാണ് നമ്മൾ വീട്ടിലെത്തുന്നത്. അത്രയും നേരം അവിടെ തന്നെയായിരുന്നു. ഓരോ മൊഴിയെടുക്കൽ, ചോദ്യം ചെയ്യൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെയായിരുന്നു. ഇപ്പോഴും കോൾ വരും, അറ്റൻഡ് ചെയ്യും, വിളിച്ചാൽ പോകണം, അങ്ങനെയൊക്കെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ നോർമലി 14 ദിവസം ജയിലിൽ കിടന്നു. എന്നിട്ടിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. കൂളായിട്ട് നടക്കുന്നുണ്ടെന്ന് കേട്ടത്. അപ്പോൾ എന്താ പറയുക, ഞാൻ മാത്രം ഇപ്പോൾ അയ്യോ എനിക്കിങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരന് നോർമലായിട്ട് നടക്കാന്നിട്ടെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോ ഇടുന്നതിലോ അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റ് തോന്നില്ല. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ അധികം സബ്സ്ക്രൈബേഴ്സും ഇല്ല. നിങ്ങൾക്കറിയാം. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ 2ാമത്തെ വീഡിയോ ആണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ ഇടുന്നത്. ഒരിക്കലും ഇടണമെന്നും വിചാരിച്ചല്ല. കുറേ പേരുടെ വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടു. ഞാൻ ആരെയും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ ഇടയിൽ കമൻറ്റ് വരുന്നതും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടൻറ്റ് ആയില്ലേ, പിന്നെന്താ, അങ്ങനെ ഓരോരുത്തരിടുന്ന കമൻസൊക്കെ ഞാനും വായിക്കുന്നുണ്ട്. കാരണം എല്ലാവരും പോലെ ഒരാൾ തന്നെയാണല്ലോ ഞാനും. അപ്പോൾ അങ്ങനെയൊക്കെ കമൻറ്റ് എനിക്കും വരുമെന്ന പ്രതീക്ഷയും കൊണ്ടൊക്കെ തന്നെയാണ് ഞാനും വീഡിയോ ഇട്ടത്. പക്ഷേങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്കാരനില്ലാത്ത കാര്യം എനിക്ക് എന്തിനാന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലാണെങ്കിലും ആരും സപ്പോർട്ടില്ല എന്നൊക്കെയാണ് കേട്ടത്. അറിയില്ല നമുക്ക്. പിന്നെ എങ്ങനെയാണെങ്കിലും മോനാണ്, ചേട്ടനാണ്, ആ ഒരു വികാരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഈ ചെയ്ത തെറ്റൊക്കെ മറക്കും. സ്വാഭാവികം ആയിരിക്കുമല്ലോ, മറക്കണമല്ലോ. അല്ലാതെ വേറെ നിവർത്തില്ലല്ലോ. ഒരു മക്കളിങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കും കൊന്നുകളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്കും ഒരു മോനാണ് വരുന്നത്. അവനെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അയ്യോ ഇതെൻ്റെ മോനല്ല, അവനെന്തോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് കളയാൻ പറ്റില്ലല്ലോ. അവനെ നല്ല രീതിക്ക് ഇതാക്കുക തന്നെ വേണ്ടേ. അപ്പോൾ അതേപോലെ അവിടെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, അറിയില്ല. ഇനിയെങ്കിലും നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, കുഴപ്പമില്ല. ഇനിയെങ്കിലും മാന്യവും മര്യാദയുമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇപ്പോഴത്തെ പറഞ്ഞാൽ ഒട്ടനവധി നന്നായിട്ട് തന്നെ നാട്ടിച്ചിട്ടുണ്ട് എല്ലായിടത്തും. എന്തോ ചെയ്തോട്ടെ, നമുക്ക് ബാധിക്കുന്ന കാര്യമല്ല. ഇനിയും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇനിയും വേണമെങ്കിൽ, കാരണം സ്റ്റേഷനിൽ തന്നെ ഓൾറെഡി പറഞ്ഞു ആ പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, ഞാനവിടെ ഭാര്യയായിട്ട് ഞാനും അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളുടെ മുന്നിൽ തന്നെ പോലീസുകാർ പറഞ്ഞു അത് മാത്രമല്ലാതെ വേറെയും പെൺകുട്ടികൾ അവൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന്. അപ്പോൾ ഊഹിക്കാമല്ലോ എങ്ങനെ സാധിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് സൂയിസൈഡും കാര്യങ്ങളൊക്കെ. അതിനൊക്കെ പരമാവധി എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഓരോന്ന് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ പലവട്ടം അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കാതിരിക്കാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനൊരു കുഴപ്പമില്ല. അപ്പോൾ പുള്ളിക്കാരനൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വെറുതെ എന്തിനാ എൻ്റെ ലൈഫ് കളയുന്നതെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അന്ന് പിന്മാറുക ചെയ്തത്. അപ്പോൾ പലരും ഇപ്പോഴും എന്താ പറയുക, അതൊരു ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് തന്നെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടൊന്നും വരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ച പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ കുഴപ്പമില്ല. ഇനി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനി ഇതൊരു ടോപ്പിക്കായിട്ട് ഞാൻ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുതന്നെയാണെങ്കിലും നമ്മുടെ ജീവിതം ഓരോ പാഠങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകുക, അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങോട്ട് പോട്ടെ, തളരാതെ മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക്ക് വേണ്ടാന്ന് ഞാനിവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനിയിപ്പോൾ വേണ്ടല്ലോ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും വേണമെന്ന് ഇല്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. നമുക്ക് പിന്നെ വേറൊരു വീഡിയോ എടുക്കാം.